ഹായ്, ഇന്ന് നമുക്ക് കുറച്ച് സ്ട്രോബെറി പറിക്കാൻ പോയാലോ? ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് സ്പിൽമാൻ സ്ട്രോബെറി പിക്കിംഗ് ഫാമിലാണ്. ഇതിപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന സൈഡാണ്. ഇതതിൻ്റെ എൻട്രൻസ് ആണ്. ഇതിവിടുത്തെ ഒരു കഫ്റ്റീരിയയും ഓഫീസും എല്ലാം കൂടെ ചേർന്നൊരു സ്ഥലമാണിത്. ഇവിടുന്ന് നമ്മൾ പാസ് എടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് നടക്കുന്നത്. ഇതൊരു എൻട്രൻസ് ആണ് കാണുന്നത്. ഇതാണ് സ്ട്രോബെറി. ഇത് അടുത്ത സീസണിലേക്ക് നട്ടതുപോലാണ് തോന്നുന്നത്. ഇത് വളർന്നു വരുന്നതേ ഉള്ളൂ, ഈ സ്ട്രോബെറീസ് എല്ലാം. ഇവിടെ എന്തോ അടുത്ത ക്രോപ്സ് നട്ടേക്കുവാണെങ്കിൽ പംകിനാന്ന് തോന്നുന്നത്. അവിടെ നനച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ നിൽക്കുന്നത് റാസ്ബെറിയാണ്. ഇത് നമ്മൾ വന്നപ്പോൾ ഇത് പാകമായിട്ടില്ലായിരുന്നു, പറിക്കാൻ പാകമായിട്ടില്ലായിരുന്നു. ഒരു 1 വീക്കൊക്കെ കൂടെ കഴിയുമ്പോഴത്തേക്കും ആവുമായിരിക്കും. നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കിടക്കുമ്പോഴാണ് ഇതാണ് നമ്മുടെ സ്ട്രോബെറി ഫാം. ഇവിടെയാണ് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്ട്രോബെറി ഒക്കെ പറിക്കാൻ പോകുന്നത്. ഇത് 12 ഏക്കറോളം സ്ട്രോബെറീസ് ആണ് ഇവിടെ ഉള്ളത്. നമ്മുടെ നല്ല വലിപ്പമുള്ള നല്ല മധുരമുള്ള സ്ട്രോബെറീസ് ആണ് ഇവിടെ നിൽക്കുന്നത്. നല്ല പാകമായിട്ടുള്ള സ്ട്രോബെറീസ്, നല്ല മധുരവും നല്ല വലിപ്പമുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പറിച്ചെടുക്കാം. ഇവിടെ 2 ടൈപ്സ് ആയിട്ടുള്ള സ്ട്രോബെറീസ് ആണുള്ളതെന്ന് തോന്നുന്നു. നമ്മൾ പറിച്ചത് വലിയ സ്ട്രോബെറീസ് ആയിരുന്നു, നല്ല മധുരം ഉള്ളതായിരുന്നു. ഞങ്ങൾ കുറച്ചങ്ങോട്ട് നടന്നപ്പോഴാണ് എതിർവശത്ത് കുറച്ച് ചെറിയ സ്ട്രോബെറീസ് ആണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ് കണ്ടത്. പക്ഷേ ഞങ്ങളിതാണ് പറിച്ചത്. അതിന് കുറച്ചുകൂടെ പുളിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്തു. ഇത് തന്നെയാണ് ഞങ്ങൾ വാങ്ങിക്കുകയും ചെയ്തത്. നമുക്ക് കുറച്ച് സ്ട്രോബെറീസ് പറിക്കാം. ഈ സ്ട്രോബെറീസ് എല്ലാം ഈ ഇലയുടെയൊക്കെ അടിയിലാണ് ഉണ്ടാകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് പറിച്ചെടുക്കാം. നമുക്ക് എത്ര വേണമെങ്കിലും പറിക്കാൻ പറ്റും. നമുക്ക് എത്ര വേണമെങ്കിലും പറിച്ചിട്ട് നമുക്ക് അവിടെ പോയിട്ട് വെയിറ്റ് നോക്കിയിട്ടാണ് നമുക്കത് തരുന്നത്. നമുക്ക് പിന്നെ അതാണെങ്കിലും കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് നാളാണെങ്കിലും ഫ്രിഡ്ജ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിവിടുത്തെ മനോഹരമായ മറ്റൊരു അട്രാക്ഷനാണ്. ഇത് വൈൽഡ് ഫ്ലവേഴ്സാണ്. നല്ല മനോഹരമായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണിത്. ഓക്സി ഡെയ്സി, കോൺഫ്ലവർ, പോപ്പി ഫ്ലവർ, റെഡ് ക്ലോവർ, ബട്ടർ ക്യാപ്പ് എന്നീ ഇനത്തിൽപ്പെടുന്ന പൂക്കളാണ് ഇത് മെയിനായിട്ടും. ഇതിവരെ ബയോഡൈവേഴ്സിറ്റിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഇതിവിടെ ഇതിവർ നട്ട് പരിപാലിപ്പിക്കുന്നത്. ഇതിവർക്ക് മറ്റൊരു വരുമാന മാർഗം കൂടാണ്. ഇത് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ കളക്ട് ചെയ്യാം. ഒരു ബഞ്ചിന് 4 പൗണ്ട് അങ്ങനെ മറ്റെന്തേ ഉള്ളൂ. ഇതിന് എൻട്രി ഫീസും ഉണ്ട് 1 പൗണ്ട്. ഇവർ മെയിനായിട്ട് ഇത് നടുന്നത് ബയോഡൈവേഴ്സിറ്റി സപ്പോർട്ട് ചെയ്യാനായിട്ടാണ്. അതായത് പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ, ലൈക്സ് ബീ, ബട്ടർഫ്ലൈസ്, ഹോവർഫ്ലൈസ് ഇതൊക്കെ വരുമ്പോൾ നല്ലതായിട്ട് പോളിനേഷൻ നടക്കും. ഇവർക്ക് ബാക്കിയുള്ള മറ്റുള്ള ക്രോപ്സിനാണെങ്കിലും ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഇവർ കൂടുതലായിട്ടും ഇങ്ങനത്തെ വൈൽഡ് ഫ്ലവേഴ്സ് നടത്തുന്നത്. പിന്നെ ഇത് സോയിൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. അതുപോലെ ഇത് സോയിൽ എറോഷനെ തടയാനായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് ആയിരിക്കും നമ്മുടെ സ്പിൽമാൻസ് സ്ട്രോബെറി പിക്കിംഗ് ഫാമിൽ. ഇതുപോലുള്ള കൂടുതൽ ക്യൂട്ട് പ്ലേസ് എക്സ്പ്ലോറേഷൻ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തേക്ക് ഇത്രയും.